അപ്പോൾ ആ പണം ഇറക്കിക്കൊണ്ട് തന്നെയാണ് രാജ്യത്ത് BJP ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അതിലാണ് ഷമയുടെ പാർട്ടിയിലുള്ള ആളുകളെ പർച്ചേസ് ചെയ്യാണ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഈ ഓഫറുകൾ കൊടുക്കുക. ഈ ഓഫറാണ് 100 രൂപയുടെ ഓഫർ. നമ്മൾ സാധാരണ കടയിലൊക്കെ കാണുന്നത് പോലെ ഓഫറുകൾ കൊടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പിലൊരു വോട്ട് വാങ്ങുക എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. ഈ വനിതാ സംവരണ ബില്ല് പോലും ഓഫറാണ്. കാരണം ഇത് ഒരു 10 വർഷമായി അധികാരത്തിൽ വന്നിട്ടും അത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല, അതാ ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു, പക്ഷെ ഇപ്പം നടപ്പിലാക്കുന്നില്ല. അത് ഇതുപോലും ഒരു ഓഫറായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഇത് നടക്കുമോ ഇല്ലയോ എന്ന് 2029-ലേക്കേ ഉള്ളൂ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു മുഖ്യ മുദ്രാവാക്യമാണ്. സ്ത്രീകൾക്ക് മുമ്പിൽ പ്രചരണ ആയുധമായിട്ട് ഈ പറയുന്ന BJP ഉപയോഗിക്കുന്നത് ഞങ്ങളിതാ വനിതകളെ അംഗീകരിക്കുന്നവരാണ്, വനിതാ സംവരണത്തെ ഞങ്ങളിത് അംഗീകരിക്കുന്നു, പാർലമെൻറ്റ് അംഗീകരിക്കുന്നു. അപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഒരു സിമ്പതി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു തന്ത്രം കൊണ്ടൊന്നും സ്ത്രീകളുടെ വോട്ട് BJPക്ക് വാങ്ങാൻ പറ്റില്ല. ഇതാണ് മോഡിയുടെ ഇന്ത്യ. മോഡി നൽകുന്ന ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ നാരി ശക്തിയോ ബേട്ടി ബച്ചാവോ ഇതൊക്കെ പറയാം, മുദ്രാവാക്യം അല്ലാതെ മറ്റൊരു തരത്തിലും സ്ത്രീകൾക്ക് അത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പാചകവാതകം വീട്ടിലേക്ക് വരുമ്പോഴാണ് വീട്ടിലെ ഭാര്യയും ഭർത്താവ് ഒളിച്ചോടുന്നു, ഭാര്യ മാറി നിൽക്കുന്നു. കാരണം കാശ് കൊടുക്കണമല്ലോ, വേറെ വഴിയില്ല. മുൻപൊക്കെ 300-400 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പാചകവാതകം വീട്ടിലേക്ക് വാങ്ങാം. ഇപ്പോൾ പഴയ വിറകടുപ്പ് പല വീട്ടിലും തിരിച്ചു വന്നു എന്നുള്ളതാണ് പഴയ രീതിയിലേക്കുള്ളത്. കാരണം അതൊക്കെ ഒഴിവാക്കിയതാണ്. സ്ത്രീകൾ വീണ്ടും കഷ്ടപ്പാടിലേക്കാണ്. ഈ വിറകടുപ്പ് കത്തിച്ച് ഈ കരിയും പുകയും അതിലേക്ക് സ്ത്രീകൾ എത്തിച്ചു എന്നുള്ളതാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.